Next, we discuss linear system with a common coefficient matrix. Linear system with a common coefficient matrix. Suppose we have a system of linear equations, some ax equal to b1, ax equal to b2, etc. ax equal to bk. And each of which has the same coefficient a. Ellathinte coefficient matrix ennu parayunna a aanu. That means ellathinte coefficient matrix ennu parayunna same aanu. Angneyanengil if this matrix A is invertible, then we have the solution x1 equal to A inverse b1 for this system, and for the system we have the solution x2 equal to A inverse into b2, etc. xk into A inverse into bk. Suppose നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഈ ലീനിയർ ഇക്വേഷൻസിനെ അറ്റ് എ ടൈം ദ സെയിം ടൈമിൽ നമുക്ക് സോൾവ് ചെയ്യണമെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് we want to solve this system of linear equations or this sequence of linear equations simultaneously. Then for this we first constructed an augmented matrix. നമ്മൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ സീക്വൻസ് ഓഫ് ലീനിയർ സിസ്റ്റത്തിനെ ഒരേ സമയത്ത് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഓഗ്മെന്റഡ് മാട്രിക്സിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. ദാറ്റ് ഈസ് വി കൺസ്ട്രക്റ്റഡ് ആൻ ഓഗ്മെന്റഡ് മാട്രിക്സ് such a way that A, B1, B2, etc. Bk. Okay. This A is our coefficient matrix. B1, B2, etc. Bk. B1, B2, etc. E, B1, B2, B3, etc. K. We write to the right of our coefficient matrix A. This is our augmented matrix. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഈ augmented matrixനെ നമ്മൾ we reduce this augmented matrix to a reduced row echelon form by Gauss-Jordan elimination method. അതായത് Gauss-Jordan elimination method ഉപയോഗിച്ചുകൊണ്ട് ഈ augmented matrixനെ നമ്മളൊരു reduced row echelon ഫോമിലേക്ക് reduce ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഈ സീക്വൻസ് ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനെ അറ്റ് എ ടൈം സൈമിൾട്ടേനിയസ്ലി നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. Solve the following system of linear equations simultaneously. System തന്നിരിക്കുന്നത് ഇതാണ്. ഒന്നാമത്തെ സിസ്റ്റം 2x minus y plus 3z equals 9 and x plus y plus z equal to 6, x minus y plus z equal to 2. രണ്ടാമത്തെ സിസ്റ്റം സെക്കൻഡ് സിസ്റ്റം 2x minus y plus 3z equals minus 4, x plus y plus z equal to 3 and x minus y plus z equal to minus 3. നമുക്കപ്പോൾ ഈ സിസ്റ്റം എയും സിസ്റ്റം ബിയും സൈമിൾട്ടേനിയസ്ലി നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ദിസ് ഗിവൺ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ക്യാൻ ബി റിട്ടേൺ as some ax equal to b1 and this can be written as ax equal to b2, where a equal to 2 minus 1, 3, 1, 1, 1, 1, minus 1, 1. Okay. And our x equal to unknowns x, y, z. And what is our b1? b1 equal to 962. Okay. And our b2 equal to 433. 4, 3, minus 3. Okay, 4, 3, minus 3. നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ രണ്ട് സിസ്റ്റത്തിൻ്റെയും കോഎഫിഷ്യന്റ് മെട്രിക്സ് സെയിം ആണോ നോക്കണം. കോഎഫിഷ്യന്റ് മെട്രിക്സ് സെയിം ആണെങ്കിൽ മാത്രമേ നമുക്കിത് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ സിസ്റ്റത്തിൻ്റെയും കോഎഫിഷ്യന്റ് മെട്രിക്സും ഈ സിസ്റ്റത്തിൻ്റെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ന് പറയുന്നത് ഈ എ തന്നെയാണ്. ദാറ്റ് മീൻസ് ദീസ് ടു സിസ്റ്റം ഹാവ് ദ സെയിം കോഎഫിഷ്യന്റ് മെട്രിക്സ്. ഓക്കെ, ഇനി നമ്മളതുകൊണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ സിസ്റ്റത്തിൻ്റെ ഒരു ഓഗ്മെന്റഡ് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യണം. ദാറ്റ് ഇസ് ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? 2 minus 1, 3. അത് നമ്മൾ മെട്രിക്സ് എ എഴുതും 1, 1, 1, 1, minus 1, 1. നെക്സ്റ്റ് എ പറഞ്ഞ മെട്രിക്സിൻ്റെ റൈറ്റ് ആയിട്ട് b1, b2 എഴുതും. ദാറ്റ് ഈസ് ഓഗ്മെന്റഡ് മെട്രിക്സ് അല്ലേ. ആൻഡ് വാട്ട് ഈസ് അവർ b equal to 962. സോ ദിസ് ഈസ് ഈക്വൽ ടു 962 and b2 equal to 4, 3, minus 3. This is our augmented matrix. ഇനി ഈ ഓഗ്മെന്റഡ് മെട്രിക്സിനെ നമ്മൾ ഗോസ്-ജോർദാൻ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു റെഡ്യൂസ്ഡ് റോ എക്ലോൺ ഫോമിലേക്ക് മാറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്
എന്താക്കണം, ആദ്യം നമ്മൾ നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് റോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. ഇവിടെ ഈ റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 2നെ നമ്മൾ 1 ആക്കി മാറ്റണം. അതിനുശേഷം അതായിരിക്കും നമ്മുടെ ലീഡിങ് 1. ആ ലീഡിങ് 1ന് എബോവും ബിലോ ആയിരിക്കും വരുന്ന എല്ലാ എൻട്രീസിനും നമ്മൾ 0 ആക്കണം. ഓക്കെ, അങ്ങനത്തെ സെക്കൻഡ് റോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് റോയിൽ വരുന്ന ആദ്യത്തെ നോൺ സീറോ എലമെൻറ്റിനെ 1 ആക്കണം. അതിനുശേഷം ആ ലീഡിങ് 1 കോളത്തിലെ മറ്റുള്ള എൻട്രീസിനൊക്കെ 0 ആക്കണം. സിമിലർലി തേർഡ് റോയും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് റോയിലെ ആദ്യത്തെ നോൺ സീറോ എലമെൻറ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമ്മൾ 2നെ 1 ആക്കണം. 2നെ 1 ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രണ്ട് റോയും R1 R2 ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി അല്ലേ. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് R1 gives R1 R2. R1 R2 നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യണം. ഓക്കെ, then we get this is equal to 1 1 1 6 3 2 minus 1 3 9 minus 4 1 minus 1 1 2 minus 3. ഓക്കെ, R1 R2 ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ദിസ് ഈസ് അവർ ലീഡിങ് 1. ഇതാണ് നമ്മുടെ ലീഡിങ് 1. ഈ ലീഡിങ് 1ന് ബിലോ ആയി വരുന്ന എൻട്രീസ് 0 ആക്കണം. ഈ 2ഉം 1ഉം 0 ആക്കണം. സോ 0 ആക്കാൻ വേണ്ടിയിട്ട് we have to apply the row operation. R2 gives R2 minus 2R1 അല്ലേ. ആൻഡ് R3 0 ആക്കാൻ വേണ്ടി we have R3 gives R3 minus R1. നമുക്ക് എന്താ കിട്ടുന്നത്, this is equal to the matrix 1 1 1 6 3 0 minus 3 1 minus 3 minus 4 minus 4, this become minus 10 0 minus 2 0 minus 4 minus 6. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ റോ എടുത്തു. അതിൽ ആദ്യത്തെ നോൺ സീറോ എലമെൻറ്റിനെ ലീഡിങ് 1 ആക്കി. അതിനുശേഷം ആ ലീഡിങ് 1ന് ബിലോ ആയി വരുന്ന എൻട്രീസിനൊക്കെ 0 ആക്കി. നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് സെക്കൻഡ് റോ കൺസിഡർ ചെയ്യുക. സെക്കൻഡ് റോയിലുള്ള ആദ്യത്തെ നോൺ സീറോ എലമെൻറ്റിനെ 1 ആക്കുക. ആ 1ന് എബോവും ബിലോ ആയി വരുന്ന എൻട്രീസൊക്കെ 0 ആക്കുക. So we have to make this minus 3 as 1. ഇത് ഈ minus 3നെ 1 ആക്കാൻ വേണ്ടി we have to apply the operation R2 gives R2 divided by minus 3. Then we get this implies matrix 1 1 1 6 3 0 1 minus 1 by 3 1 and 10 by 3 0 minus 2 0 minus 4 minus 6. This is our leading 1. ഈ ലീഡിങ് 1ന് ബിലോ ആയി വരുന്നുള്ള ഈ minus 2നെ നമ്മൾ 0 ആക്കണം. സോ ഈ minus 2നെ 0 ആക്കാൻ വേണ്ടി we have to apply the operation R3 gives R3 plus 2 R2. And we get this is equal to 1 1 1 6 3 0 1 minus 1 by 3 1 10 by 3 0 0 minus 2 by 3 minus 2 2 by 3. ഓക്കെ, ഇനി നെക്സ്റ്റ് റോ കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് റോയിൽ ആദ്യത്തെ നോൺ സീറോ എലമെൻറ്റ് എന്ന് പറയുന്നത് minus 2 by 3 ആണ്. അപ്പോൾ ഈ minus 2 by 3നെ നമ്മൾ 0 ആക്കണം. സോ we apply the operation R3 gives R3 into minus 3 by 2. Then we get this is equal to 1 1 1 6 3 0 1 minus 1 by 3 1 10 by 3 0 0 1 3 minus 1. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മെട്രിക്സ് നമുക്ക് കിട്ടിയ മെട്രിക്സ് നോക്കുക. ഈ മെട്രിക്സ് ഇപ്പോൾ ഏത് ഫോമിലാണ്, ദിസ് മെട്രിക്സ് ഈസ് ഇൻ ദ റോ ഇക്ലോൺ ഫോം അല്ലേ. ഈ മെട്രിക്സ് ഇപ്പോൾ റോ ഇക്ലോൺ ഫോം ആണ്. കാരണം ഓരോ റോ കൺസിഡർ ചെയ്തു, ആ റോയിൽ എല്ലാ ആദ്യത്തെ നോൺ സീറോ എലമെൻറ്റിനെയും നമ്മൾ 1 ആക്കി. ആ ലീഡിങ് 1ന് ബിലോ ആയി വരുന്ന എല്ലാ എൻട്രീസിനും നമ്മൾ 0 ആക്കി. അപ്പോൾ we can say that this matrix is in the row echelon form, but we have to make our matrix into reduced row echelon form. നമുക്ക് ആക്കേണ്ടത് reduced row echelon ഫോമിലേക്ക് ആക്കണം. reduced row echelon ഫോമിലേക്ക് ആക്കണമെങ്കിൽ നമുക്കുള്ള ലീഡിങ് വൺസിനെ എബോവ് ആയി വരുന്ന എൻട്രീസിനെ കൂടി നമ്മൾ 0 ആക്കണം. ഓക്കെ,
സോ അതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിൽ ലാസ്റ്റ് നോൺ സീറോ റോ എന്ന് പറയുന്നത് തേർഡ് റോ ആണ്. ആൻഡ് ഇറ്റ്സ് തേർഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് ലീഡിങ് വൺ ആണ് അല്ലേ. സോ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ലീഡിങ് വണ്ണിന് എപ്പോയി വരുന്ന ഈ രണ്ട് എലമെൻറ്റ്, ഈ രണ്ട് എൻട്രീസിന് സീറോ ആക്കണം. സോ ഈ വണ്ണിനെ സീറോ ആക്കണമെങ്കിൽ വി ഹാവ് ടു അപ്ലൈ ദ ഓപ്പറേഷൻ R1 gives R1 minus R3. And to make this minus 1/3 as 0, we have to make the operation R2 gives R2 plus 1/3 R3. Okay. So, ഏതൊക്കെയാണ് നമ്മുടെ ഓപ്പറേഷൻ? ഓപ്പറേഷൻ R1 gives R1 minus R3 and R2 gives R2 plus 1/3 R3. Okay. നെക്സ്റ്റ് നമുക്ക് ഈ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു 1 1 0 3 4 0 1 0 2 3 0 0 1 3 minus 1. ഓക്കെ. ഇനി നമുക്ക് ഈ എലമെൻറ്റിന് അല്ലേ, അടുത്ത് നമ്മൾ ലീഡിങ് വൺ എടുത്താണ്. ഈ ലീഡിങ് വണ്ണിൻ്റെ ബിലോ ഈ വരുന്ന എൻട്രി ഇതാണ്. സോ ഈ വണ്ണിനെ നമുക്ക് സീറോ ആക്കണം. വണ്ണിന് സീറോ ആക്കാൻ വേണ്ടിയിട്ട് വി അപ്ലൈ ദ ഓപ്പറേഷൻ R1 gives R1 minus R2. Okay, then we get this is equivalent to 1 0 0 1 1 0 1 0 2 3 0 0 1 3 minus 1. ഇപ്പോൾ ഈ മെട്രിക്സ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് റോ എക്കലോൺ ഫോമിലാണ്. ഈ ആദ്യത്തെ ഈ എൻട്രീസ് എന്ന് പറയുന്നത് നമ്മൾ ഏതിനെ റെഡ്യൂസ് ചെയ്തതാണ്? നമ്മുടെ എ പറഞ്ഞ മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്യാണ്. ആൻഡ് ഈ കോളം എന്ന് പറയുന്നത് നമ്മുടെ B1നെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് ഈ ഫോമിലേക്ക് ആക്കിയതാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ B2 ആയിരുന്നു. സോ ഫ്രം ദിസ് വി ഗെറ്റ് ദ ലാസ്റ്റ് ടു കോളംസ് ദാറ്റ് സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം എ ഈസ്, ഈ കോളം എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റിൽ എ പറഞ്ഞ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷനും ഈ കോളം എന്ന് പറയുന്നത് സിസ്റ്റം ബിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. ദാറ്റ് ഈസ് ഫ്രം ദിസ് വി ക്യാൻ ഗെറ്റ് x ഈക്വൽ ടു 1, y ഈക്വൽ ടു 2 ആൻഡ് z ഈക്വൽ ടു 3. ഇനി സിസ്റ്റം ബിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ കോളമാണ്. ദാറ്റ് മീൻസ് x ഈക്വൽ ടു 1, y ഈക്വൽ ടു 3, z ഈക്വൽ ടു -1. അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയത്? അറ്റ് എ ടൈം ഒരു സെയിം ടൈമിൽ തന്നെ നമുക്ക് രണ്ട് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് അറ്റ് എ ടൈം സൈമിൾട്ടേനിയസ്ലി നമുക്ക് രണ്ട് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ. ഇതിപ്പോൾ രണ്ട് മാത്രമല്ല, സപ്പോസ് വി ഹാവ് എ സീക്വൻസ് ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ്, ദെൻ വി ക്യാൻ ഓൾസോ സോൾവ് that sequence of linear system by using this method. Okay. Next, now we discuss the properties of invertible matrices. നമ്മൾ ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്താണെന്ന് പഠിച്ചു. ഒരു മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയണമെങ്കിൽ അത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് the properties of invertible matrices. And we start this section with a theorem. Okay. And the theorem states that let A be a theorem, and this theorem states that let A be a square matrix. Suppose we have a square matrix A, then if B is a square matrix satisfying BA equals I, then B equals A inverse. The second one, if B is a square matrix satisfying AB equal to I, then B equal to A inverse. അതായത് ഒന്നുകൂടി പറയാം, തീരം സ്റ്റേറ്റ് ചെയ്യുന്നത് ഇതാണ്. ലെറ്റ് എ ബി എ സ്ക്വയർ മെട്രിക്സ്. എ എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ് ആണ് എങ്കിൽ ഇഫ് ബി ഈസ് എ സ്ക്വയർ മെട്രിക്സ് സാറ്റിസ്ഫൈങ് ബി എ ഈക്വൽ ടു ഐ, ദെൻ ബി ഈക്വൽ ടു എ ഇൻവേഴ്സ്. നെക്സ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലെറ്റ് എ ബി എ സ്ക്വയർ മെട്രിക്സ് ആൻഡ് ഇഫ് ബി ഈസ് എ സ്ക്വയർ മെട്രിക്സ് സാറ്റിസ്ഫൈങ് എ ബി ഈക്വൽ ടു ഐ,
then B equal to A inverse. Okay. Now നമുക്ക് പ്രൂഫ് നോക്കാം. അപ്പോൾ ആദ്യം given that A and B are square matrix satisfy B equal to I, നമ്മൾ A പ്രൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് A B സ്ക്വയർ മെട്രിക്സ് ആണ് and also which satisfying B equal to I ആണ് അല്ലേ. B equal to I from A. അപ്പോൾ since B equal to I ആയതുകൊണ്ട് തന്നെ we can say that determinant of A not equal to 0 അല്ലേ. B equal to I ആയതുകൊണ്ട് determinant of B യും not equal to 0 ആയിരിക്കും, determinant of A യും not equal to 0 ആയിരിക്കും. ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത് determinant of A not equal to 0 ആയിരിക്കും. Determinant of A not equal to 0 means the matrix A is invertible അല്ലേ. determinant ഒരു മെട്രിക്സിന് determinant not equal to 0 imply that matrix is invertible. Here A is invertible. So A invertible ആയതുകൊണ്ട് തന്നെ എക്ക് എ പറഞ്ഞ മെട്രിക്സിന് ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും അല്ലേ. ഒരു മെട്രിക്സ് ഇൻവെർട്ടബിൾ ആണെങ്കിൽ ആ മെട്രിക്സിന് ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. സോ വി ക്യാൻ സേ ദാറ്റ് ദർ എക്സിസ്റ്റ് എ ഇൻവേഴ്സ് ഫോർ ദ മെട്രിക്സ് എ. ദെൻ ബി എ ഈക്വൽ ടു ഐ ഇംപ്ലൈസ് നെക്സ്റ്റ് വി മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ബൈ എ ഇൻവേഴ്സ്. ഈ രണ്ട് സൈഡിലും നമ്മളൊരു എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ബി എ ഇൻറ്റു എ ഇൻവേഴ്സ് ഈക്വൽസ് ഐ ഇൻറ്റു എ ഇൻവേഴ്സ്. This is equal to, by associativity of matrix multiplication, we can say that this is equal to B into A inverse equals I into A inverse equal to A inverse. This is equal to B into, what is A into A inverse? A into A inverse equal to identity matrix. This is equal to I equals A inverse. This implies B into I, B into some matrix into identity matrix equal to that matrix. This is equal to B. B equal to A inverse. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. Now we have to prove B. Suppose A and B are square matrix satisfy AB equal to I. ഇങ്ങനെയാണെങ്കിൽ AB equal to I ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് B equal to A inverse എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. Suppose A and B are two square matrix satisfying AB equal to I. So since AB equal to I, we have determinant of A not equal to 0. That means the matrix A is invertible. So there is existing inverse for the matrix A. Now AB equal to I, which implies we multiply both sides by A inverse. Then we get this is equal to A inverse into AB equal to A inverse into I. This is equal to A inverse into A into B by associativity of matrix multiplication. This is equal to, what is A inverse into I? A inverse into I equal to A inverse. And A inverse into A equal to identity matrix. I into B equals A inverse. I into B equals B. B equal to A.